നമസ്കാരം പ്രേക്ഷകരെ, ഇന്നാണ് കൂലി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച്. ഓഡിയോ ലോഞ്ച് അല്ല, ട്രെയിലർ ലോഞ്ച്. രജനീകാന്ത്, നാഗാർജുന, അനിരുദ്ധ്, സൗബിൻ, പൂജ ഹെഗ്ഡെ, ശ്രുതി ഹസൻ, ആമിർ ഖാൻ, ഉപേന്ദ്ര, അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിലവിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഇന്ന് ചെന്നൈയിൽ ഉണ്ടാകും. ഈ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ടൊരു വലിയ ചടങ്ങ്, ഒരു വലിയ വിരുന്നാണ് ആരാധകർക്ക് സൺ പിക്ചേഴ്സ് ഒരുക്കുന്നത്. അത് രജനി ആരാധകർക്ക് മാത്രമല്ല, ലോകേഷിനെ സ്നേഹിക്കുന്ന ആരാധകർക്ക് മാത്രമല്ല, ആമിർ ഖാനെ സ്നേഹിക്കുന്ന ആരാധകർക്ക് മാത്രമല്ല, ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്നവർക്കൊട്ടാകെ ഒരു വലിയ വിരുന്നായിരിക്കും ഇന്നത്തെ ദിവസം എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിസ്സംശയം പറയാം, അത് രജനീകാന്താണ്. രജനീകാന്ത് ഇന്നത്തെ ദിവസത്തിൽ ആ മൈക്കെടുത്ത് സ്റ്റേജിൽ വന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാം വളരെയധികം സംസാര വിഷയമാകുന്നു. രജനി എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളത്. കാരണം പ്രധാനപ്പെട്ട താരങ്ങളുടെയൊക്കെ ഓഡിയോ ലോഞ്ചുകൾ നിങ്ങൾ എടുത്ത് നോക്കുക, അവിടെ എല്ലാ ദിവസവും എല്ലാ തവണയും ഒരു വിവാദമുണ്ടായിരിക്കും. എല്ലാ തവണയും ഒരു വിവാദമുണ്ടായിരിക്കും. അത് എപ്പോഴും ഉള്ളതാണ്. അത് ധനുഷിൽ നിന്ന് തുടങ്ങി ചിമ്പുവിൽ നിന്ന് തുടർന്ന് എവിടോട്ട് വേണമെങ്കിലും പോയാൽ പോലും, ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന രജനീകാന്ത് കമൽഹാസനിലേക്ക് വരെ പോയാൽ പോലും, തമിഴിൽ സിനിമകളുടെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചിൽ നായകന്മാർ മൈക്കെടുത്ത് സംസാരിച്ചാൽ അതിൽ വിവാദങ്ങൾ ഉണ്ടായിരിക്കും. അതിനകത്ത് പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കും എന്നുള്ളത് പറയേണ്ടി വരും. പ്രത്യേകിച്ച് വിജയ്, രജനീകാന്ത്, കമൽഹാസൻ എന്നിവർ സംസാരിക്കുമ്പോഴേക്കും അതിനകത്തുള്ള രാഷ്ട്രീയ പോയിന്റുകൾ, പോരാട്ടങ്ങൾ, നടന്മാർക്കെതിരെയുള്ള പ്രത്യക്ഷ പരോക്ഷ വിമർശനങ്ങൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് ഇവരുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ സ്പീച്ച് എന്ന് പറയുന്നത്. ആ സ്പീച്ചിലെ സ്ക്രിപ്റ്റ് എടുത്തു നോക്കിയാൽ ഒരുപാട് നാളത്തെ ഹോംവർക്ക്, എന്തൊക്കെ പറയണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചവയാണ്. അല്ലാതെ വേഗം സ്റ്റേജിൽ കയറി വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. അവരാകെ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സിനിമയുടെ അണിയറ പ്രവർത്തകരെ കുറിച്ച്. ഇങ്ങനെ തമിഴിലെ നക്ഷത്ര നായകർ എന്ന് വിളിക്കുന്ന MGR തുടങ്ങി, ശിവാജി ഗണേശനിൽ തുടങ്ങി, ജയലളിതയിൽ തുടങ്ങി, ഇവരെല്ലാവരെയും തമിഴ്നാട് ആരാധകർ സ്നേഹിക്കുന്നത് സ്വന്തം ആളുകളെ പോലെയാണ്. അത് താരങ്ങൾ എന്ന് കണ്ടുകൊണ്ടല്ല, അതായത് സ്വന്തം ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് കണ്ടുകൊണ്ടാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ജയലളിതയുടെ മരണശേഷം സംഭവിച്ച കാര്യങ്ങൾ, MGRന്റെ മരണശേഷം സംഭവിച്ചത്, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം മാറിയത് ഉൾപ്പെടെ, അല്ലെങ്കിൽ തമിഴ്നാട് ജനതയുടെ മനസ്സ് മാറിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു വലിയ കോളിളക്കം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു രജനീകാന്തിൻ്റെ ലക്ഷ്യം. 96-ൽ താൻ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നുള്ള നിർബന്ധിത പ്രഖ്യാപനം രജനി നടത്തിയത് മുതൽ പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങൾ കാരണം രജനിക്ക് അത് തുടരാൻ സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും ഒരു വലിയ ഓഡിയൻസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് രജനി രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ്. അതിനുള്ള പ്രായോഗികമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. രജനി രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നുള്ളത് രജനി തന്നെ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും വരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വിജയ് സിനിമ അഭിനയം തന്നെ നിർത്തിവെച്ചുകൊണ്ട് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും 2026-ലെ ഇലക്ഷന് വേണ്ടി വളരെയധികം ശ്രദ്ധയും ചെലുത്തുകയാണ് വിജയ്. കാരണം തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി അദ്ദേഹം ഉണ്ടാക്കിയതിനു ശേഷം ഓരോ തവണയും നടത്തിയ മീറ്റിങ്ങുകൾ, ജനങ്ങൾക്ക് നേരെ വന്ന് അഭിസംബോധന ചെയ്യുന്നത് ഉൾപ്പെടെ, 10ാം ക്ലാസ്സിലെയും +2 പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദനം ചെയ്യുന്നത് ഉൾപ്പെടെ കൃത്യമായി ജനങ്ങളിലേക്ക് വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിജയ് ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തൻ്റെ ആരാധക വൃന്ദത്തെ, ഒരു ലക്ഷക്കണക്കിന് വരുന്ന ആരാധക വൃന്ദത്തെ മുഴുവൻ പാർട്ടിയിലേക്ക് ലയിപ്പിക്കാനുള്ള വിജയുടെ ആ ഒരു തീരുമാനത്തെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേരള ജനതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം സിനിമ വേറെ, രാഷ്ട്രീയം വേറെ, അതാണ് കേരളത്തിൻ്റെ ലൈൻ. പക്ഷെ തമിഴ്നാടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ഭാഗത്തു നിന്നും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് രജനീകാന്തിൻ്റെ ഇന്നത്തെ ദിവസം വിജയ്ക്ക് നേരെ എന്തെല്ലാമാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി അടിവരയിടുന്ന കാര്യം കൂടിയാണ്. കാരണം നമുക്കറിയാം, സ്റ്റാലിനെതിരെയും ഉദയനിധി സ്റ്റാലിനെതിരെയും ഒക്കെ വിജയ് ഉന്നയിച്ച വിമർശനങ്ങൾ. എന്നാൽ രജനി ആവട്ടെ, കമൽഹാസൻ ആവട്ടെ, ഇവരെല്ലാവരും സ്റ്റാലിനൊപ്പം നിൽക്കുന്നവരും കൂടിയാണ്. അങ്ങനെ രാഷ്ട്രീയപരമായി തന്നെ രണ്ട് ചേരിയിൽ നിൽക്കുകയും കൂടി ചെയ്യുന്നതോടൊപ്പം തന്നെ സിനിമാ കരിയറിൽ രജനിയുടെ പിന്മുറക്കാരനാണ് വിജയ് എന്നുള്ള വിമർശനങ്ങൾ വരുന്നത് രജനിക്ക് അത്ര സുഖിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. LCUവിൽ രജനി ഭാഗമാകുന്നുണ്ടോ, കാര്യങ്ങളെല്ലാം തുടങ്ങി നിരവധി സംശയങ്ങൾ നിൽക്കെ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് പ്രേക്ഷകരെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. മാധ്യമ ശ്രദ്ധ നേടാൻ പോകുന്ന വാക്കുകൾ ഇന്ന് രജനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും.